ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. اللهم أعنا ولا تعن علينا، وانصرنا ولا تنصر علينا، وامكر لنا ولا تمكر علينا، واهدنا ويسر الهدى لنا، وانصرنا على من بغى علينا. ربنا اجعلنا لك شاكرين، لك ذاكرين، لك راهبين، لك مطيعين، لك مخبتين، إليك أواهين منيبين. ربنا تقبل توبتنا، واغسل حوبتنا، وأجب دعوتنا، وثبت حجتنا، وسدد ألسنتنا، واهد قلوبنا، واسلل سخيمة صدورنا. أما بعد, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉത്തമമായ പേരുകളിൽ, നാമങ്ങളിൽ അൽ അഹദ്, അൽ വാഹിദ് എന്നീ രണ്ട് പേരുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അൽ അഹദ്, അൽ വാഹിദ് എന്നീ റബ്ബിൻ്റെ പേരുകൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അറിയിക്കുന്ന പേരുകളാണ്. അൽ വാഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരുവനാണ്, ഏകനാണ്. അൽ അഹദ് എന്നാൽ അതേ ആശയമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അൽ വാഹിദ് എന്ന് പറഞ്ഞതിനേക്കാൾ ആ അർത്ഥം കൂടുതൽ സൂചിപ്പിക്കുന്ന പേരാണ് അൽ അഹദ് എന്ന പേര്. അവൻ ഏകനാണ്, അവൻ ഒരേ ഒരുവനാണ്, അവനൊരൊറ്റ ഒരുവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അൽ അഹദ് എന്ന പേര് പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരിടത്ത് മാത്രമാണ് വന്നിട്ടുള്ളത്. എവിടെയായിരിക്കും അത്? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അഹദാണ്, അവൻ ഏകനാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അൽ വാഹിദ് എന്ന പേര് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് വന്നത് കാണാം. അഹദ് എന്ന പേരാകട്ടെ ഖുർആനിലെ ഈ ഒരേ ഒരു ഇടത്ത് മാത്രം. ആ സൂറത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ, ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. ഖുർആനിൻ്റെ മൂന്നിലൊന്നാണ് ആ സൂറത്ത് എന്നാണ്. ഖുർആനിൻ്റെ മൂന്നിലൊന്നാണ് ആ സൂറത്ത്. നോക്കൂ, എത്ര എത്ര ഇടങ്ങളിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ സൂറത്ത് നമ്മോട് ഓതാൻ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി പഠിപ്പിച്ചിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ ആ സൂറത്ത് അതിൻ്റെ കൂടെയുള്ള അവസാനത്തിലുള്ള രണ്ട് സൂറത്തുകളുടെ കൂടെ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിൻ്റെയും ഖുൽ അഊദു ബിറബ്ബിൻ നാസിൻ്റെയും കൂടെ, സൂറത്തുൽ ഫലഖിൻ്റെയും സൂറത്തുൻ നാസിൻ്റെയും കൂടെ. മറ്റ് ചില ഇടങ്ങളിലാകട്ടെ സൂറത്തു അൽ കാഫിറൂനിൻ്റെ കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലയിടങ്ങളിൽ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ്, രണ്ട് സമയങ്ങളാണ് വിത്റിൻ്റെ അവസാനം. വിത്റിൻ്റെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദും ആണ് ഓതാറുള്ളത്. പിന്നെ ഫജ്റിൻ്റെ സുന്നത്ത് നിസ്കാരം, ഫജ്റിന് മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് റക്അത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, റക്അത്ത അൽ ഫജ്റി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. റക്അത്ത അൽ ഫജ്ർ, ഫജ്റിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തുകൾ ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, ദുനിയാവും അതിലുള്ള എല്ലാത്തിനേക്കാളും ഖൈറാണ് എന്നാണ്. യാ സുബ്ഹാനല്ലാഹ്, ആ രണ്ട് റക്അത്തുകളുടെ ശ്രേഷ്ഠത ചിന്തിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേഗത്തിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു അത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നിസ്കാരങ്ങളെ പോലെ സാവധാനം ഇല്ലാതെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഗത്തിൽ നിസ്കരിച്ച് തീർക്കാറുണ്ടായിരുന്നു ആ 2 നിസ്കാരമെന്ന് നബി സല്ലല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതിൻ്റെ പ്രത്യേകത ദുനിയാവും അതിലുള്ളതും ഒക്കെ അതിനേക്കാൾ ഖൈറാണ്. ഇത് ഫജറിൻ്റെ 2 റക്അത്ത് സുന്നത്തിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഫജറിൻ്റെ കാര്യം എന്തായിരിക്കും? ഫജറിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? കാരണം ഒരു ഫർദിൻ്റെ അത്ര ശ്രേഷ്ഠത ഒരിക്കലും എന്തിനുണ്ടാവുകയില്ല, മുസ്തഹബിനുണ്ടാവുകയില്ല. ഫർദാണ് ഏറ്റവും ശ്രേഷ്ഠം. നമുക്ക് ചെയ്യാവുന്ന അമലുകളിൽ ഏറ്റവും അള്ളാഹുവിങ്കിൽ സ്ഥാനമുള്ളത് ഫർദായ അമലുകൾക്കാണ്, നിർബന്ധമായ പുണ്യകർമ്മങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അള്ളാഹു പറഞ്ഞതായി അറിയിച്ച പ്രസിദ്ധമായ ഹദീസുൽ വലിയിലുള്ളതുപോലെ അള്ളാഹുവിൻ്റെ വലിയെ കുറിച്ചുള്ള ഹദീസുണ്ട്. വളരെ പ്രസിദ്ധമായ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. മൻ ആദ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്ന് തുടങ്ങുന്ന ഹദീസ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മൻ ആദ ലി വലിയൻ, എൻ്റെ ഒരു വലിയനോട്, അള്ളാഹുവിൻ്റെ യഥാർത്ഥ മിത്രം, അതാണ് വലി, അതാണ് ഔലിയ, അതാണ് വലികൾ, അല്ലദീന ആമനു വകാനു യത്തഖൂൻ, യഥാർത്ഥ ഈമാനും തഖ്വയും ഉള്ളവരാണ് അള്ളാഹുവിൻ്റെ വലികൾ. വലി എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ഹാവഭാവത്തിൽ നടക്കുന്ന ആളെന്നല്ല. വഴിയരികിൽ കച്ചവടം ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ വലിയായിരിക്കും, അയാൾ ഈമാനും തഖ്വയും ഉള്ള ആളാണെങ്കിൽ. അത് ഏതേത് ജോലികൾ ചെയ്യുന്ന ആളുകളും അള്ളാഹുവിൻ്റെ വലികൾ അവരിലുണ്ടാകും. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ആ ഹദീസുൽ വലി എന്നറിയപ്പെടുന്ന ഹദീസിൽ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്, എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ്. ആ ഹദീസിൽ നമുക്ക് കാണാം, എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കുന്നത് ഫർദ് ചെയ്ത് അടുക്കുന്നത്ര മറ്റൊന്നും ചെയ്തിട്ടും അടുക്കുകയില്ല. പിന്നെ സുന്നത്തുകൾ, അതിനുശേഷമാണ് സുന്നത്തുകൾ. അതുകൊണ്ട് ആരെങ്കിലും ഫർദ് ചെയ്യാൻ ഉള്ള അയാളുടെ ശ്രമത്തിനിടയിൽ അയാൾക്കൊരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഫഹുവ മഅദൂർ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മനിശ്തഗല ബിൽ ഫർദി അനിൻ നഫ്ൽ ഫഹുവ മഅദൂർ വമനിശ്തഗല ബിൻ നഫ്ലി അനിൽ ഫർദ് ഫഹുവ മഗ്റൂർ. ആരെങ്കിലും ഒരു ഫർദ് ചെയ്യാൻ ആണവൻ ശ്രമിച്ചത്, ഫർദ് അവൻ ചെയ്തു, പക്ഷേ അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള ശ്രമത്തിനിടയിൽ അല്ലെങ്കിൽ അവൻ അത് ശ്രദ്ധിച്ചു, പക്ഷേ ഒരു സുന്നത്ത് അവന് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ഫഹുവ മഅദൂർ, അവന് കുറ്റമില്ല. അള്ളാഹുവിങ്കിൽ അവന് ന്യായമുണ്ട്, അവന് ഒഴിവ് കഴിവുണ്ട്. അതേസമയം വമനിശ്തഗല ബിൻ നഫ്ലി അനിൽ ഫർദ്, ആരെങ്കിലും ഒരാൾ ഫർദല്ല, അള്ളാഹു നിർബന്ധമാക്കാത്തൊരു കാര്യം ചെയ്തു, അതിൻ്റെ പേരിൽ അവന് ഫർദ് നഷ്ടപ്പെട്ടു എങ്കിൽ ഫഹുവ മഗ്റൂർ, അവൻ വഞ്ചിതനാണ്. അവൻ എന്തോ നന്മ ചെയ്യുകയാണെന്നാണ് വിചാരിച്ചുള്ളൂ, പക്ഷേ യഥാർത്ഥത്തിൽ അതവന് അപകടകരമായി തീരും. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരാൾ രാത്രി ഖുർആൻ പാരായണം ചെയ്യുകയോ പോകട്ടെ, രാത്രി സുന്നത്തായ നിസ്കാരം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ അവൻ അറിയാം ഞാൻ ഈ രൂപത്തിൽ അത് ചെയ്താൽ എൻ്റെ സുബ്ഹ് നഷ്ടപ്പെടും, ഇങ്ങനെ ചെയ്താൽ തൻ്റെ ഫർദ് നിസ്കാരം നഷ്ടപ്പെടുമെന്ന് അവന് തന്നെ കുറിച്ച് അറിയാം. ഓരോരുത്തരും അവനവനെ കുറിച്ച് നന്നായി അറിയാം. അങ്ങനെ അവൻ ഉറപ്പുണ്ടെങ്കിൽ അവനത് ചെയ്യരുത്, ഫർദ് നഷ്ടപ്പെട്ടു പോകരുത്. സുബ്ഹാനല്ലാഹ്, ഇത് സുന്നത്തായ ഒരു കാര്യം ചെയ്ത് ഫർദ് നഷ്ടപ്പെടുന്നവനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഹറാമുകളിൽ നേരം ചെലവഴിച്ച് ഫർദായ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം നഷ്ടപ്പെടുത്തി കളയുന്നവൻ, അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ എത്ര വലിയ അപകടത്തിലാണ്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവങ്കിൽ നമുക്ക് യാതൊരു സ്ഥാനവും നൽകാത്ത, നമ്മെ അശ്രദ്ധമാക്കി കളയുന്ന നേരം പോക്കുകളിൽ മൊബൈലിൽ ഇങ്ങനെ നോക്കി വരിയായി വരുന്നത് ഒന്ന് മറിച്ചു, അത് മുകളിലേക്ക് മറിച്ചു, അടുത്തത് ഇങ്ങനെ നേരം പോവുകയാണ്. അവരത് കയ്യിലേക്ക് എടുത്തു വെച്ച നേരമല്ല തിരിച്ചു വെക്കുമ്പോൾ എത്രയോ സമയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മിൽ പലരുടെയും സ്ഥിതി ഇതാണ്. അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സമയം നഷ്ടപ്പെടുത്താതെ അവനെ ഇബാദത്ത് ചെയ്യാൻ, അർത്ഥമുള്ള ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മെ കൈവിട്ടിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരുവനെ റബ്ബ് സുബ്ഹാനഹു വ തആല കൈവിട്ടു എന്നതിൻ്റെ സൂചനകളിൽപ്പെട്ടതാണ് അവൻ ഉപകാരമില്ലാത്ത കാര്യത്തിൽ അവൻ നേരം ചെലവഴിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹ്. ഒരുവൻ്റെ ഇസ്ലാം നല്ല ഇസ്ലാമാണ്, അഥവാ അവൻ്റെ ഇസ്ലാം നിഫാഖുള്ള ഇസ്ലാമല്ല.
നേരായ മുസ്ലിമാണവൻ എന്നതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ അടയാളമാണ് തർക്കുഹു മാ ലാ യഅ്നീ, അവന് പ്രയോജനമില്ലാത്തത്, അവന് ആവശ്യമില്ലാത്തത് അവനെ ഒഴിവാക്കുക എന്നത്. ആവശ്യമില്ലാത്തതിൻ്റെ പിന്നാലെ ദീനിലോ അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവിലോ, ദീനിലോ അല്ലെങ്കിൽ നമ്മുടെ ദീനിന് സഹായകമാകുന്ന രൂപത്തിൽ നമ്മുടെ ദുനിയാവിന് അതിന് ഉപകാരമുള്ള നമുക്ക് ആവശ്യമില്ലാത്തതിൽ നേരം ചെലവഴിക്കുക എന്നത് വലിയ അപകടമാണ്. കാരണം ഈ ആയുസ് അതാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. ഒരമണിക്കൂർ തീർന്നാൽ തീർന്നത് സഹോദര നിന്റെ ജീവിതമാണ്, നിന്റെ ആയുസ്സാണ് തീർന്നത്. ഒരു മണിക്കൂർ കഴിഞ്ഞു പോയാൽ കഴിഞ്ഞത് നീയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽ ഹസൻ ബസ്രി മഹാനായ താബിഈ അദ്ദേഹം പറഞ്ഞതുപോലെ മനുഷ്യൻ എന്നാൽ മജ്മുഅത്തുൻ മിനൽ അയ്യാം, കുറേ ദിവസങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്, അത് മാത്രമാണ്. ആ ദിവസങ്ങൾ കഴിയുമ്പോൾ നിന്റെ ആയുസ് തീർന്നിരിക്കുന്നു. അത് മഅദൂദാണ്. ഓരോരുത്തർക്കും അള്ളാഹു എണ്ണപ്പെട്ട ആയുസേ നൽകിയിട്ടുള്ളൂ. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ നബിമാർ ജീവിച്ചിട്ടില്ല, പിന്നെയാണ് നമ്മൾ ജീവിക്കുക? ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, നബിയെ താങ്കൾ മരിക്കുന്നതാണ്, അവരും മരിക്കും. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നബിയെ താങ്കൾക്ക് മുൻപ് ഒരു മനുഷ്യനും നാം ഖുൽദ് നൽകിയിട്ടില്ല, അഥവാ നാം കാലാകാലം ആയുസ് നൽകിയിട്ടില്ല. അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ, നീ മരിച്ചാൽ അവർ ശാശ്വതരായി ജീവിക്കുകയോ? സുബ്ഹാനല്ലാഹ്, ഇത് എന്നെയും നിങ്ങളെയും ഉണർത്തേണ്ട ആയത്തുകളാണ്. ഇത് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ പൊതുവെ നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മൾ അധിക പേരും ഈ വിഷയത്തിൽ വീഴ്ച സംഭവിക്കുന്നവരാണ്. അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് സമയം അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഉപയോഗിക്കാനുള്ള തൗഫീഖിന് ചോദിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞതായി അവനിലേക്ക് ഏറ്റവും ഒരു അടിമ അടുക്കുക ഫർദായ കാര്യം ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഫജറിൻ്റെ സുന്നത്തിൻ്റെ പ്രത്യേകത ഇതാണെങ്കിൽ ഫജറിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ആ 2 റക്അത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 സൂറത്ത് ഓതിയതായി കാണാം. ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ് ആ 2 സൂറത്തിലുമുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദിലുള്ളത് തൗഹീദുൽ ഇൽമിയാണ്, അഥവാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തൗഹീദാണ്. അള്ളാഹുവിനെ കുറിച്ച്, അവനാണ് റബ്ബ്, അതുപോലെ അവൻ്റെ നാമവിശേഷണങ്ങൾ, ആ തൗഹീദാണ് ഖുൽ ഹുവല്ലാഹു അഹദിലുള്ളത്. അള്ളാഹു ഏകനാണ്, അവൻ സമദാണ്, അവൻ എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാണ്, അവനൊരാളുടെയും ആശ്രയം ആവശ്യമില്ല, അവൻ ആർക്കെങ്കിലും ജനനം നൽകി ആരുടെയെങ്കിലും പിതാവല്ല, അവൻ ജനിച്ചുണ്ടായവനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ആരും തന്നെയില്ല. രണ്ടാമത്തെ തൗഹീദ് തൗഹീദുൽ അമലിയാണ്. അമലി നമ്മുടെ പ്രവർത്തനങ്ങളിലുള്ള തൗഹീദ്, ഇബാദത്തിലെ തൗഹീദാണ് ഏത് സൂറത്തിലുള്ളത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂനിലുള്ളത്. അതുകൊണ്ടാണ് ആ സൂറത്തിൽ ആവർത്തിച്ച് ആ തൗഹീദ് പറഞ്ഞത്. കാരണം ആ തൗഹീദിലാണ് പലർക്കും വീഴ്ച സംഭവിക്കുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പറയുക യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അള്ളാഹുവിൻ്റെ ദീനിനെ നിഷേധിച്ചവരെ, ഈ ദീനിൽ വിശ്വസിക്കാത്തവരെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്തോ അതിനെ ഞാൻ ഒരിക്കലും ഇബാദത്ത് ചെയ്യുകയില്ല, ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന റബ്ബിനെ നിങ്ങളും ഇബാദത്ത് ചെയ്യുന്നില്ല. ഷിർക്ക് കലർന്നതുകൊണ്ട് അവരുടെ ഇബാദത്ത് ബാത്തിലാണ്. അള്ളാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഇബാദത്ത് ബാത്തിലാണ്. വലാ അന ആബിദും മാ അബദ്തും, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും ഇബാദത്ത് ചെയ്യാനും പോകുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന റബ്ബിനെ ഇതേ അവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളും ഇബാദത്ത് ചെയ്യാൻ പോകുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ആ ആയത്ത് ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തോന്നിയത് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ ആയത്താണ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഇതിനാണ് അള്ളാഹു നബിമാരെ നിയോഗിച്ചത്, അള്ളാഹു കിതാബുകൾ അവതരിപ്പിച്ചത്? അല്ല, അത് ബന്ധവിച്ഛേദനത്തിൻ്റെ ആയത്താണ്. നിങ്ങളുടെ ദീനും എൻ്റെ ദീനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ദീനും എൻ്റെ ദീനും തമ്മിൽ ഒരു ബന്ധവുമില്ല, അതാണ് അതിൻ്റെ അർത്ഥം. തഫ്സീറുകൾ മുഴുവൻ എടുത്തു നോക്കൂ നിങ്ങൾ. ആ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദ് ആവർത്തിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണത്? പല ആളുകൾക്കും വീഴ്ച വരിക ഈ തൗഹീദിലാണ്. അള്ളാഹു ഏകനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് എല്ലാം നൽകുന്നത്. ഇത് എല്ലാവരും പറയുന്ന കാര്യമാണ്. അബൂജഹലടക്കം, അബൂജഹലിനെയും കടത്തി വെട്ടിയ ചിലർ മാത്രമേ ഇതിനെതിരായത് പറയുകയുള്ളൂ.
ഇവിടെ ഒരു ചില സഹോദരങ്ങൾ ഒരു മെസ്സേജ് ഇങ്ങനെ ആളുകൾക്ക് കൈമാറുന്നതായി കണ്ടു. ഷിർക്കിനും കുഫറിനും വേണ്ടി ഒരുപാട് കാലം പ്രസംഗിച്ച് നടന്നൊരു മുസ്ലിയാർ ഇവിടെ നാദാപുരത്തൊക്കെ അതിനു വേണ്ടി ധാരാളം വീണ്ടും 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 സംസാരിച്ച മുസ്ലിയാർ, പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അയാൾ പറയുകയാണെന്ത്, അള്ളാഹുവാണ് എല്ലാം തരുന്നത്, അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാം, അതല്ലാതെ അതൊന്നും ഔലിയാക്കന്മാരുടെ കയ്യിലല്ല. അപ്പം ചില ആളുകൾ വിചാരിച്ചു എന്ത്, മൂപ്പര് നന്നായി പോയി എന്ന്. അല്ല, ഇത് മുമ്പേ പറയുന്നത് തന്നെയാണ്. ഇത് മാത്രമല്ല, അയാൾ തന്നെ പറയുന്നുണ്ട്, ഈ ലോകം നിയന്ത്രിക്കുന്നത് വലിയകളാണ് എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വഹാബികൾക്ക് വടി കൊടുക്കരുത്. വഹാബികളെ എല്ലാവരും തീവ്രവാദികളാണെന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന സമയത്ത് അവർക്ക് കയറി വരാൻ നിങ്ങൾ വടി കൊടുക്കരുത്. അതാണ് മൂപ്പരുടെ സങ്കടം, അതാണ് മൂപ്പരുടെ വേവലാതി. അതല്ലാതെ അള്ളാഹുവിൻ്റെ ദീനെതിരെ ആളുകൾ പറഞ്ഞതല്ല, നമുക്ക് വടി കിട്ടി പോകരുത് എന്നതാണ്. അപ്പം മൂപ്പരുടെ വാദം എന്താണ്? അത് അള്ളാഹുവാണ് എല്ലാം തരുന്നത്, അള്ളാഹുവാണ് സൃഷ്ടാവ്, ആകാശഭൂമികളെ പടച്ചവൻ, അതിനെ നിയന്ത്രിക്കുന്നവൻ. പക്ഷേ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചോദിച്ചു നോക്കൂ, അത് മിണ്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് മിണ്ടിയാൽ പറയുക എന്താണ്? ദുആ അള്ളാഹുവിനോടും ചെയ്യാം, നബിമാരോടും ചെയ്യാം. സിഗാസ് അള്ളാഹുവിനോടും നടത്താം, നബിമാരോടും തേടാം എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? അബൂജഹൽ ചെയ്ത ശിർക്ക് മതി, അതിൻ്റെ അപ്പുറത്ത് പോണ്ട. മറ്റേത് വേറൊരു വിഭാഗമായിട്ട് അബൂജഹലിനെ കടത്തി വെട്ടി. അപ്പം മൂപ്പര് പറയുകയാണ്, നിങ്ങൾ അബൂജഹലിനെ കടത്തി വെട്ടണ്ട, അവിടെ നിന്നാൽ മതി എന്ന്. അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം, വേറൊന്നുമല്ല. പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലാണ് പലർക്കും വീഴ്ച പറ്റാറുള്ളത്. അള്ളാഹു അഹദാണ്, അള്ളാഹു സമദാണ്, അതിലൊന്നും തർക്കമില്ല. പലർക്കും തർക്കമില്ല, ബഹുഭൂരിപക്ഷം പേർക്കും തർക്കമില്ല. അവർക്ക് എന്തിലാണ് തർക്കം? അങ്ങോട്ട് റബ്ബിന് കൊടുക്കുന്ന കാര്യം വരുമ്പോൾ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കും. അതുകൊണ്ട് നോക്കൂ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദിൽ ആവർത്തിച്ചതിനേക്കാൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു തൗഹീദ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. വീണ്ടും ആയത്, വീണ്ടും അത് ആവർത്തിക്കുന്നു, ആവർത്തിച്ച് പറയുന്നു. കാരണം ആ തൗഹീദിലാണ് പലർക്കും വീഴ്ച പറ്റുക. നോക്കൂ, ഈ രണ്ട് സൂറത്തുകൾ അറിയേണ്ട തൗഹീദും അമൽ ചെയ്യേണ്ട തൗഹീദും. ഒന്ന് അറിവിൻ്റെ തൗഹീദാണ് ഖുൽ ഹുവല്ലാഹു അഹദിലുള്ളത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂനിലുള്ളത് അമൽ ചെയ്യേണ്ട തൗഹീദാണ്. ഇത് രണ്ടും നമ്മൾ എത്ര തവണ ആവർത്തിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ഒരു മുസ്ലിമിൻ്റെ അമൽ, ഒരു ദിവസത്തെ അമൽ അവസാനിക്കുന്നത് ഈ രണ്ട് സൂറത്തുകൾ കൊണ്ടാണ്. വിസറിൻ്റെ അവസാനം ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ട്, പിറ്റേന്ന് ഫജറിന് അതാ അമൽ തുടങ്ങുന്നത് ഈ രണ്ട് സൂറത്ത് ഓതിയിട്ടാണ്. സുബഹിന് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തിൽ. അതാണ് തൗഹീദ്. ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തൗഹീദ്, നാം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടുള്ള സൂറത്താണ് ഈ സൂറത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിനെ കുറിച്ച് മാത്രം, റബ്ബിനെ കുറിച്ച് മാത്രം ആ സൂറത്ത്. അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണ്! ഖുർആനിൻ്റെ 1/3 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മാത്രം. അതിലെന്താണുള്ളത്? റബ്ബിനെ കുറിച്ച് മാത്രം. അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എത്രയാണ് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ആ സൂറത്തിൽ മാത്രമാണ് ഖുർആനിൽ അഹദ് എന്ന അള്ളാഹുവിൻ്റെ പേര് വന്നിട്ടുള്ളത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൽ വാഹിദ് എന്ന റബ്ബിൻ്റെ പേര് ഖുർആനിൽ പലയിടങ്ങളിൽ വന്നത് കാണാം. തൗഹീദ് സ്ഥാപിക്കുന്നിടത്ത് യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ കഴിയവേ ജയിലിലെ 2 കൂട്ടുകാരോട് ചോദിക്കാൻ, യാ സാഹിബൈ സിജിൻ അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഹേ ജയിലിലെ 2 കൂട്ടുകാരെ, അർബാബും മുതഫർരിഖൂന ഖൈറുൻ, വ്യത്യസ്തരായ ഭിന്നിച്ചവരായ പല പല റബ്ബുകളാണോ നല്ലത്? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വാഹിദും ഖഹാറുമായ അള്ളാഹുവോ? വാഹിദ് എന്നാൽ ഏകനായ, അൽ ഖഹാർ എന്ന് പറഞ്ഞാൽ സർവ്വതിനെയും അടക്കി ഭരിക്കുന്ന അൽ ഖഹാറായ അള്ളാഹുവാണോ നല്ലത് എന്ന് യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചത് കാണാം. എന്താണ് സഹോദരങ്ങളെ അള്ളാഹു ഏകനാണ്, അഹദാൻ, വാഹിദാണ് എന്ന് പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. ഒന്ന് ഫീ ദാതിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനൊരുവനാണ്, അവനെ പോലെ ആരുമില്ല, അവന് തുല്യനായി
ഒരാളുമില്ല. ഫി ദാത്തിഹി, അവൻ ഒരുവനാണ്, അവനവൻ്റെ ദാത്തിൽ ഒരുവനാണ്, അവനൊന്നേ ഉള്ളൂ. 2 ഫി സിഫാത്തിഹി, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ വിശേഷണങ്ങളിൽ അവനെ പോലെയുള്ള വിശേഷണമുള്ള ഒരാളുമില്ല. ലൈസ കമിസ്ലിഹി ശൈ വഹുവ സമീഉൽ ബസീർ, അവനെ പോലെ യാതൊന്നും തന്നെയില്ല. വഹുവ സമീഉൽ ബസീർ, അവനാണെല്ലാം കേൾക്കുന്നവൻ, അവനാണെല്ലാം കാണുന്നവൻ. 3-മത്തേത്, നാം അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകളിൽ ഏകനാണവൻ, അവനല്ലാത്ത ഒരാൾക്കും അത് യോജിക്കുകയില്ല. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അഹദിയത്തും അവൻ്റെ വഹ്ദാനിയത്തും അറിയിക്കുന്നതാണ് ഈ 2 പേരുകൾ, അഹദും അൽ അഹദ്, അതുപോലെ അൽ വാഹിദ് എന്ന അള്ളാഹുവിൻ്റെ 2 പേരുകൾ. നോക്കൂ, അവനെ പോലെ മഹത്വം മറ്റാർക്കുമില്ല, അവൻ അതിലേകനാണ്. അവനെ പോലെയുള്ള ജമാൽ, അവനെ പോലെയുള്ള ഭംഗി മറ്റാർക്കുമില്ല, അവൻ അതിലേകനാണ്. അതുപോലെ നോക്കൂ, അവന് നൽകേണ്ട സ്നേഹം മുഅ്മിൻ മറ്റാർക്കും നൽകുകയില്ല. മുഅ്മിനിന് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് മറ്റാരോടുമില്ല. അള്ളാഹുവിനോടുള്ള തഅലീം, അള്ളാഹുവിനോടുള്ള ആദരവ്, മഹത്വം, അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ മറ്റാരോടുമില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴൊതുങ്ങുക എന്നതുപോലെ മറ്റാരുടെ മുന്നിലും അവൻ കീഴൊതുങ്ങുകയില്ല. ഒരു മുസ്ലിം റബ്ബിൻ്റെ മുന്നിലല്ലാതെ തലകുനിക്കുകയില്ല. തലകുനിച്ച് ബഹുമാനിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്, മറ്റാർക്കും അത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. അതുപോലെ അത് ഷിർക്കാണ്. അള്ളാഹു അല്ലാത്ത സുജൂദ് ചെയ്യുക ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇനി സുജൂദിൻ്റെ അത്ര വേണ്ട, ഒരല്പം ഒന്ന് കുലിച്ച് തല കുലിച്ച് ബഹുമാനിക്കുക എന്നത് യാതൊരു കാരണവശാലും ഒരാൾക്ക് മുന്നിലും പാടില്ല. അത് എന്തിൻ്റെ പേരിലായാലും. ഇപ്പോൾ ചില ആയോധന കലകൾ ഇതൊക്കെ പഠിക്കുമ്പോൾ കാണാം, ചിലർ തല കുലിച്ച് ആളെ ബഹുമാനിച്ച് അത് തുടങ്ങുക. ബഹുമാനിച്ചിട്ടായാലും എന്ത് തന്നെ ആയാലും ഒരാളുടെ മുന്നിലും തല കുനിക്കുക എന്നത് ഒരു മുസ്ലിമിന് ഒരിക്കലും പാടില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. നോക്കൂ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, പരിപൂർണമായ പൂർണ്ണതകൾ അത് അള്ളാഹുവിന് മാത്രമാണ്. പടപ്പുകൾക്കാകട്ടെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഒന്നുപോലും പൂർണ്ണമായി അറിയാൻ കഴിയില്ല. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ബുദ്ധിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട്, മനുഷ്യൻ്റെ കാഴ്ച അതിനൊരു പരിധിയുണ്ട്, അതിനപ്പുറത്തുള്ളത് കാണാൻ കഴിയില്ല. അവൻ്റെ കേൾവിക്ക് പരിധിയുണ്ട്, അതിനപ്പുറത്തുള്ളത് അവന് കേൾക്കാൻ കഴിയില്ല. എന്നതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിധിയുണ്ട്, കാഴ്ചക്കും കേൾവിക്കും പരിധിയില്ലേ? ഉണ്ട്. എന്നതുപോലെ ബുദ്ധിക്കും പരിധിയുണ്ട്. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് അവനെക്കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു. അതിനപ്പുറത്ത് നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയുകയില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അള്ളാഹുവിനെ കുറിച്ച് പരിപൂർണമായി അറിയുക സാധ്യമല്ല, അവൻ്റെ ഒരു വിശേഷണത്തെക്കുറിച്ച് പോലും. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ ഒരു വിശേഷണത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ പോലും പടപ്പുകൾക്ക് സാധിക്കില്ല എങ്കിൽ എങ്ങനെയാണ് ഒരു പടപ്പിന് അള്ളാഹിനെ പോലെ ആകാൻ കഴിയുക? അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം നിനക്ക് പൂർണ്ണമായി അറിയാൻ വരെ സാധിക്കുകയില്ല, പിന്നെ എങ്ങനെയാണ് നിനക്ക് റബ്ബിനെ പോലെ ആകാൻ കഴിയുക? അള്ളാഹുവിനോട് പടപ്പുകളെ തുലനപ്പെടുത്തുന്ന ആളുകൾ എത്ര വലിയ കുഫറിലാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മുസ്ലിയാർ പ്രസംഗിക്കുകയാണ്, എന്ത് അർശും കുർസിയും ഒക്കെ ഞാൻ നോക്കി, അർശു അള്ളാഹുവിൻ്റെ അർശ്, അവൻ്റെ മഹാസിംഹാസനം, അതിനെക്കുറിച്ച് ഇവരുടെ വലിയ പറയുകയാണ് അത്ര, എന്ത് അതൊക്കെ എൻ്റെ കയ്യിലിട്ട് ഞാൻ നിയന്ത്രിക്കുകയാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഇത് മലയാളത്തിൽ പ്രസംഗിക്കുകയാണ്. ഇത്രയും ദീൻ പഠിച്ചിട്ടുള്ള, ദീനി ദഅവത്ത് വ്യാപിച്ചിട്ടുള്ള ഒരു നാട്ടിൽ അങ്ങനെയുള്ള ആളുകളുടെ ഭാഷയിൽ ഒരുത്തൻ അത് പറയാൻ നാവ് പൊങ്ങിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ചിന്തിച്ചു നോക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇത് പറഞ്ഞാൽ അതോടെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താവും. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞാൽ പോലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പറയുന്നത് ആരെക്കുറിച്ചാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചല്ല, പോട്ടെ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പോലുമല്ല. 1990-കളിൽ ഈ കേരളത്തിൽ ജീവിച്ചു മരിച്ച ഒരാളെ കുറിച്ച്. യാ സുബ്ഹാനല്ലാഹ്, അവൻ്റെ മുന്നിലിരിക്കുന്ന ജനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ പറയുന്ന അവൻ്റെ നാവിനേക്കാൾ ശപിക്കപ്പെട്ട ഏത് നാവുണ്ട്? അവൻ ഇസ്ലാമിൽ എന്ത് അംശമാണ് ഇനി അവനിൽ ബാക്കിയുള്ളത്? ഒരംശവും ബാക്കിയില്ല.
യാതൊരു സംശയവുമില്ല. ഇസ്ലാമിൻ്റെ ഒരു കണി കഴിഞ്ഞ് ആ പറഞ്ഞവനിൽ ബാക്കിയില്ല. പക്ഷെ ഇത് പറയുകയാണ്. അതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതായത് തൗഹീദ്, ഈ ദീനിൻ്റെ ഉസൂൽ, അത് നമ്മൾ എത്ര തവണ കേട്ടാലും എത്ര തവണ പഠിച്ചാലും വീണ്ടും വീണ്ടും അത് പഠിക്കുകയും വീണ്ടും വീണ്ടും അത് പറയുകയും വീണ്ടും വീണ്ടും അത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയും വേണം. കാരണം ഇന്നലെ ജനങ്ങൾ അംഗീകരിച്ച എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങൾ ഇന്നങ്ങനെയല്ല. ഇന്നെല്ലാവരും അംഗീകരിക്കുന്ന സർവാംഗീകൃതമായ കാര്യങ്ങൾ നാളെ അങ്ങനെയല്ല. അതിനെയും ചോദ്യം ചെയ്യുന്നവൻ വരും, അതിനെയും ചോദ്യം ചെയ്യുന്നവൻ നാളെ വരും. അതുകൊണ്ട് ഉസൂൽ, ഈ ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ നമ്മൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ പേര് തൗഹീദ് സ്ഥാപിക്കുന്നിടത്ത്, ശിർക്കിൻ്റെ ആളുകളുടെ വാദങ്ങളെ പൊളിച്ചു കളയുന്നിടത്ത് ആവർത്തിച്ചതായി കാണാം. വാഹിദ് എന്ന അള്ളാഹുവിൻ്റെ പേര്. നോക്കൂ, അള്ളാഹു പറയുന്നത് സൂറത്തുൽ ബഖറയിൽ വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു അർ-റഹ്മാനുർ റഹീം. വ ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹ് ഇലാഹു വാഹിദ്, ഏകനായ ഇലാഹ. ലാ ഇലാഹ ഇല്ലാഹു അർ-റഹ്മാനുർ റഹീം, റഹ്മാനായ അവനല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ കൽപ്പിക്കുന്നു, ഖുൽ ഇന്നമാ അന മുൻദിർ, പറയൂ നബിയെ, ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, വാഹിദും ഖഹാറുമായ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. സൂറത്തു സാഫാത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന ഇലാഹക്കും ലവാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനിടയിലുള്ളതിൻ്റെയും ചക്രവാളങ്ങളുടെ ഉദയസ്ഥാനങ്ങളുടെയും റബ്ബായ അള്ളാഹു. അതുപോലെ നോക്കൂ, നബിമാരുടെ മുഴുവൻ ദഅവത്ത് അത് യഥാർത്ഥത്തിൽ എന്താണ്? അതിൻ്റെ ആകത്തുക അതായി അള്ളാഹു പഠിപ്പിച്ച കാര്യം അവർ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഇലാഹു വാഹിദാണ് എന്ന കാര്യമാണ്. ഖുൽ, പറയൂ നബിയെ, ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫഹൽ അൻതും മുസ്ലിമൂൻ, പറയൂ നബിയെ, എനിക്ക് വഹി നൽകപ്പെടുന്നത് ഇതാ ഈ കാര്യമാണ്. അതായത് നിങ്ങളുടെ ഇലാഹ് വാഹിദായ ഇലാഹാണ്, നിങ്ങളുടെ ആരാധനകൾക്ക് അർഹൻ ആയവൻ വാഹിദാണ്, അവൻ ഒരേ ഒരുവനാണ്. ഫഹൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാകാൻ ഒരുക്കമുണ്ടോ? നബിയുടെ ദഅവത്തിൻ്റെ ചുരുക്കം ഇതാ. എന്താണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്? അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അത് അംഗീകരിക്കാൻ നീ തയ്യാറുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, അത് അംഗീകരിക്കാൻ നീ തയ്യാറുണ്ടോ? കഴിഞ്ഞു, നീ ഷഹാദത്ത് പറയൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് അവനെ ക്ഷണിക്കുക, ഇതാണ് ഇസ്ലാം. അതല്ലാതെ ഇസ്ലാമിൻ്റെ സകല എല്ലാവിധ വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒരാളെ ഷഹാദത്ത് അല്ലാതെ ഒരാളോട് പറയാൻ പാടുണ്ടോ എന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ രീതി അതല്ല. മറിച്ച് ഈ രണ്ട് കാര്യങ്ങൾ നീ അംഗീകരിക്കുന്നുണ്ടോ, ഇസ്ലാമിലേക്ക് വരൂ, നീ ആ ഒരു വാക്ക് നീ പറയൂ. അബൂ താലിബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ വഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, ഒരു വാക്ക് നിങ്ങൾ പറയൂ, അള്ളാഹുവിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം. അത് പറയുക എന്നതാണ്. പലർക്കും ഇസ്ലാമിനെ കുറിച്ച് അവർ പഠിക്കുകയും ഇസ്ലാമിനെ അവർ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നല്ല, ഇസ്ലാമിലേക്ക് വന്ന ചിലർ അനുഭവം പറഞ്ഞത് കാണാം. അതെനിക്ക് കുറേ കാലം അറിയാം, പക്ഷെ ആരും എന്നോട് എന്തു പറഞ്ഞില്ല? ഇസ്ലാമിലേക്ക് വരൂ എന്ന് പറഞ്ഞില്ല. ആ ഒരു ക്ഷണം എനിക്ക് കിട്ടിയില്ല. ആ ക്ഷണം വിളി ഞാൻ കേട്ടപ്പോൾ ഞാൻ വേഗം ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. നമ്മിൽ പല ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടേതും ഒരു തകരാറ് ഇതാണ്. ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, പക്ഷെ ഈ ഇസ്ലാം ഈ ലളിതമായ കാര്യമാണ്, ഈ രണ്ട് കാര്യങ്ങൾ നീ അംഗീകരിച്ചാൽ നീ മുസ്ലിമായി എന്ന് പറഞ്ഞ് നേർക്കുനേരെയുള്ള വിളി, അതാണ് യഥാർത്ഥത്തിൽ, അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നോക്കൂ, സഹാബിമാരുടെ ദഅവത്ത് നോക്കൂ, അങ്ങനെയാണ്. അതിനുശേഷം ഇസ്ലാമിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക, അവർക്ക് നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നബിമാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ഇതാണ്. അള്ളാഹു അവനെക്കുറിച്ച് ഇല്ലാത്തത്, അവന് സന്താനമുണ്ടെന്നും പങ്കാളി ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ ആളുകൾക്ക് മറുപടിയായി പറഞ്ഞ റബ്ബിൻ്റെ പേരാണിത്, അൽ വാഹിദ് എന്ന പേര്. ലൗ അറാദ അല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ, അള്ളാഹു അവനൊരു സന്താനത്തെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ തിരഞ്ഞെടുത്തേനെ.
ഇല്ല. സുബ്ഹാനഹു, അവൻ എത്രയോ പരിശുദ്ധനാണ്, അവനത് യോജിക്കുകയില്ല. ഹുവ അല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അവൻ ഏകനാണ്, വാഹിദാണ്, ഖഹാറാണ്, അവനെല്ലാം അടക്കി ഭരിക്കുന്നവനാണ്. നസ്രാനികളോട് അള്ളാഹു പറഞ്ഞു, വലാ തഖൂലു സലാസ, നിങ്ങൾ 3 എന്ന് പറയരുത്, ത്രിയേകത്വം എന്ന് പറയരുത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നതാണ് അവരുടെ വിശ്വാസം, അവരിലെ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം. അള്ളാഹു പറയുന്നു, വലാ തഖൂലു സലാസ, അള്ളാഹു 3 എന്ന് നിങ്ങൾ പറയരുത്. ഇൻതഹു, നിങ്ങളത് അവസാനിപ്പിക്കുക. ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, അള്ളാഹു വാഹിദായ ഇലാഹാണ്, അവൻ ഏകനായ ഇലാഹാണ്. അതുപോലെ നോക്കൂ, ഖിയാമത്ത് നാളിനെ കുറിച്ച്, ഖിയാമത്തിൻ്റെ അന്ത്യനാളിൻ്റെ ഭയാനകത. മനുഷ്യരെല്ലാം, സൃഷ്ടികളെല്ലാം പേടിയോടെ ഒന്നും മിണ്ടാൻ സാധിക്കാതെ അങ്ങേയറ്റത്തെ ഭയം നിറഞ്ഞ് നിൽക്കുന്നത് ഏകനായ വാഹിദായ അള്ളാഹുവിൻ്റെ മുന്നിലാണ്. അവരെല്ലാം ഭയപ്പെടുന്നത് ആരെയാണ്? വാഹിദായ റബ്ബിനെയാണ്. അതിനെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം, യൗമഹും ബാരിസൂൻ, അവരെല്ലാം ബാരിസായി, എല്ലാവരും ബാരിസായി അഥവാ മറഞ്ഞു നിൽക്കാൻ സാധിക്കാതെ വരുന്ന ദിവസം. ലാ യഖ്ഫ അലല്ലാഹി മിൻഹും ഷൈ, അവരിൽ നിന്ന് ഒരു സംഗതി അള്ളാഹുവിന് കാണാതെ പോവുകയില്ല. ലിമനിൽ മുൽക്കുൽ യൗം, എന്നിട്ട് ചോദിക്കപ്പെടും, ആർക്കാണ് ഇന്നത്തെ അധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവനുമായ അള്ളാഹുവിനാണ്. അവൻ ഏകനാണ്, വാഹിദ, അതോടൊപ്പം അവൻ ഖഹാറാണ്, അവനെല്ലാം അടക്കി ഭരിക്കുന്നവനാണ്. അവന് ഈ ആകാശഭൂമികളെ ഇതിനെല്ലാം നിയന്ത്രിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആരുടെയും ആശ്രയം ആവശ്യമില്ല. അവൻ യഥാർത്ഥ രാജാവാണ്. ഭൂമിയിലെ രാജാക്കന്മാർക്ക് പട്ടാളത്തെ ആവശ്യമുണ്ട്, സൈന്യങ്ങൾ ആവശ്യമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളെ അവൻ നിശ്ചയിച്ചത് അവനവരെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടല്ല. അവൻ്റെ സൈന്യങ്ങളാണ് മലായിക്ക. അള്ളാഹുവിൻ്റെ സൈന്യങ്ങളെ കുറിച്ച് ആർക്കും അറിയുകയില്ല എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു, റബ്ബിൻ്റെ സൈന്യങ്ങളെ കുറിച്ച് അവനല്ലാതെ അറിയുകയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മലായിക്കത്തിനെ കുറിച്ച് മാത്രം. ബൈത്തുൽ മഅമൂർ, 7ാമത്തെ ആകാശത്തിലുള്ള ബൈത്തുൽ മഅമൂറിൽ ഒരു ദിവസം 70,000 മലക്കുകൾ പ്രവേശിക്കുന്നു. ഒരു ദിവസം കയറിയ മലക്കുകൾ പിന്നെ പ്രവേശിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, എത്രയായിരിക്കും അതിൻ്റെ എണ്ണം? മലക്കിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഹദീസുകളിൽ കാണാം. ഒരു മലക്കിൻ്റെ വലിപ്പം, അതിൻ്റെ കാൽഭാഗം ഏറ്റവും അടിയിലത്തെ ഭൂമിയിലാണ്, അതിൻ്റെ മുകൾ ഭാഗം അള്ളാഹുവിൻ്റെ അർശിൻ്റെ അരികിലാണ്. ഒരു മലക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ ചെവിയുടെ താഴ്ഭാഗം മുതൽ ചുമൽ വരെയുള്ള അകലം 500 വർഷം വഴി ദൂരമാണ്. യാ സുബ്ഹാനല്ലാഹ്, വലിപ്പം അതാണ്, എണ്ണം അതാണ്. ആകാശ ലോകത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്കുണ്ടാകും. എണ്ണം എത്രയാണ്? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ സൈന്യമാണ്. എന്നാൽ അതിൽ ഒരു മലക്കിനെ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് റബ്ബിന് അവരെ കൊണ്ടൊരു ആവശ്യമുള്ളത് കൊണ്ടല്ല. അള്ളാഹു ഗനിയാണ്, അവനെല്ലാം അടക്കി ഭരിക്കുന്ന ഖഹാറായ വാഹിദായവനാണ്. ഖിയാമത്ത് നാളിനെ കുറിച്ച് തന്നെ അള്ളാഹു പറഞ്ഞു സൂറത്ത് ഇബ്രാഹിമിൽ, യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഈ ഭൂമിയല്ലാത്ത മറ്റൊന്നായി തീരും ആകാശങ്ങളും. വബറസു, അവരെല്ലാവരും വെളിവായി വരും. ആരുടെ അരികിലേക്ക്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദും ഖഹാറുമായ അള്ളാഹുവിൻ്റെ അരികിലേക്ക്. അതുകൊണ്ട് നോക്കൂ, വാഹിദായ അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതയാണ് തൗഹീദ്. തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനെ ഏകനാക്കുക, നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും. ഈ വാഹിദ് എന്ന പേരിൽ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണപാഠമാണ്, അള്ളാഹുവിൻ്റെ ഏത് സിഫത്ത് കേട്ടാലും ഏത് വിശേഷണം കേട്ടാലും നമ്മൾ മനസ്സിലാക്കുക അവൻ വാഹിദാണ്, അഹദാണ്. അവൻ്റെ മുഖമെന്ന് കേട്ടാൽ, അവനെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള എന്ത് കേട്ടാൽ അവൻ വാഹിദാണ്, അഹദാണ്. അവനെപ്പോലെ ആരുമില്ല, അവനെപ്പോലെ ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവരുടെ വാദഗതികൾ അതിൽ നിന്ന് അതോടെ തകർന്നു പോകുന്നു. അള്ളാഹുവിനോട് നമ്മൾ പടപ്പുകളെ സാദൃശ്യപ്പെടുത്തുകയില്ല, അള്ളാഹുവിനെ പടപ്പുകളോടും സാദൃശ്യപ്പെടുത്തുകയില്ല. പടപ്പുകളെ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തുകയില്ല, അതുപോലെ അള്ളാഹുവിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുകയില്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഒന്നും സൃഷ്ടികളുടേതുപോലെയല്ല, അത് അവന് മാത്രമുള്ളതാണ്. വാഹിദ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, അള്ളാഹു അവന് പൂർണ്ണതയുടെ എല്ലാ വിശേഷണങ്ങളും അവനുള്ളതാണ്. അത് ഏറ്റവും നല്ല രൂപത്തിൽ
അതിൻ്റെ അറ്റം അല്ലാഹുവിനുള്ളതാണ്. വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിന്റെ റബ്ബിലേക്കാണ് ഒടുക്കം. അള്ളാഹുവിനേക്കാൾ അറിവുള്ള മറ്റാരുമില്ല, അള്ളാഹുവിനേക്കാൾ മഹത്വമുള്ള മറ്റാരുമില്ല, അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന മറ്റാരുമില്ല, അള്ളാഹുവിനെ പോലെ ഭംഗിയുള്ള മറ്റാരുമില്ല, അള്ളാഹുവിനെ പോലെ കരുണ ചൊരിയുന്ന മറ്റാരുമില്ല, അള്ളാഹുവിനെ പോലെ ശിക്ഷിക്കുന്ന മറ്റാരുമില്ല. വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിന്റെ റബ്ബിലേക്കാണ് അൽ മുൻതഹ. മുൻതഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒടുക്കം, അറ്റം നിന്റെ റബ്ബിലേക്കാണ് എന്ന് സൂറത്തുൽ ഖമറിൽ, സൂറത്തുൻ നജ്മിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ. അതുപോലെ കുറവുകളോ ന്യൂനതകളോ ഒരു നിലക്കും അള്ളാഹുവിന് വരികയില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ എന്തു പറഞ്ഞത്? സുബ്ഹാനഹു വല്ലാഹുൽ വാഹിദുൽ ഖഹാർ. സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധനാണ്. വല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അവനാണ് ഏകൻ, അവനാണ് എല്ലാം അടക്കി ഭരിക്കുന്നവൻ. വാഹിദും അഹദും എന്ന അള്ളാഹുവിൻ്റെ പേരിൽ സകല ഇനം മുശ്രിക്കുകൾക്കുമുള്ള മറുപടിയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഈ വിശേഷണം കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കുന്നത്. വഇദാ ദുകിറല്ലാഹു വഹ്ദഹു, സൂറത്തു അസ്-സുമറിൽ അല്ലാഹു പറഞ്ഞു വഇദാ ദുകിറല്ലാഹു വഹ്ദഹു, അല്ലാഹു മാത്രം എന്ന് പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ മാത്രം പറയപ്പെട്ടാൽ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയങ്ങളിൽ വെറുപ്പ് പിടിക്കും. വഇദാ ദുകിറൽ ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ, അല്ലാഹുവോടൊപ്പം മറ്റാരെങ്കിലും അവനല്ലാത്തവരെ പറഞ്ഞാൽ അവർക്ക് സന്തോഷമായി. അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞാലാണ് പ്രശ്നം. അബൂജഹലിന് അതായിരുന്നു പ്രശ്നം. അള്ളാഹുവിനോട് തേടണം എന്ന് പറഞ്ഞാൽ അവന് പ്രശ്നമില്ല, പക്ഷെ അള്ളാഹുവിനോട് മാത്രം തേടണം, അവിടെയാണ് തർക്കം. മാത്രം എന്നതിലാണ് തർക്കം. നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാരെ എഴുതിയിട്ടുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, ഒരു ഫൈസി ഖുർആനിന് പരിഭാഷ എഴുതിയപ്പോൾ ഇയ്യാക നഅ്ബുദുലെ മാത്രം ഒഴിവാക്കി, ഇയ്യാക നഅ്ബുദുലെ മാത്രം ഒഴിവാക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു ഇത് ഇവർ കടത്തിക്കൂട്ടിയതാണ്. യാ സുബ്ഹാനല്ലാഹ്, തഫ്സീറായ തഫ്സീർ മുഴുവൻ എടുത്തു നോക്കൂ നിങ്ങൾ. എന്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ അർത്ഥം? നഅ്ബുദു ഇയ്യാക നസ്തഈനു ഇയ്യാക എന്നാണ് അറബിയിലെ സാധാരണ പ്രയോഗം. പക്ഷെ അവിടെ ഇയ്യാക ആദ്യം പറഞ്ഞു, മാത്രമല്ല അത് ആവർത്തിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഹസറിൻ്റെ അർത്ഥമാണ്. അഥവാ അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ മുസ്ലിം ഖുർആൻ പരിഭാഷയിൽ നിന്ന് അത് വെട്ടി ഒഴിവാക്കി. അയാൾ വെട്ടി ഒഴിവാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അയാൾ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യം പരിഭാഷപ്പെടുത്തിയത് മൊഹീദ്ദീൻമാലയാണ്. എന്നിട്ട് മൂപ്പിലാൻ പറയുകയും ചെയ്തു, മൊഹീദ്ദീൻമാല പരിഭാഷപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഖുർആൻ ഒന്ന് പരിഭാഷപ്പെടുത്തി കളയാം. അയാൾ പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ആളാണ് പറഞ്ഞത് എന്ത്? ആകാശഭൂമികളെ കൈവിരൽ കൊണ്ട് ആര് നിയന്ത്രിക്കും? ഔലിയാക്കന്മാരെ നിയന്ത്രിക്കും. കൈവിരൽ കൊണ്ട് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന ആളാണ്. ഇത് പറയാത്തവരെന്ന് പറയപ്പെടുന്ന വേറൊരു ഗ്രൂപ്പിൽപ്പെട്ട ഒരു മുസ്ലിയാരാണ്. ഇയ്യാക നഅ്ബുദു മാത്രം ഒഴിവാക്കിയ ഒരു ഫൈസി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സുബ്ഹാനല്ലാഹ്, അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കും എന്ന് റബ്ബ് പറഞ്ഞതിൻ്റെ ആ പറഞ്ഞത് എന്താണോ അതാണ് നമ്മൾ ഈ കാണുന്നത്. സൂറത്തു ഗാഫിറിൽ അള്ളാഹു പറഞ്ഞു നരകക്കാരെ കുറിച്ച്, ദാലികും ബിഅന്നഹു ഇദാ ദുഇയല്ലാഹു വഹ്ദഹു കഫർതും. എന്താണ് നിങ്ങൾ ഈ നരകത്തിൽ അകപ്പെടാനുള്ള കാരണം? അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ കഫർതും, നിങ്ങൾ നിഷേധിക്കും. വയുശ്റക് ബിഹി തുഅ്മിനു, എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കും. ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ, അള്ളാഹുവിനാണ് വിധി, അവൻ്റെതാണ്. ഏറ്റവും വലിയവനായ, ഏറ്റവും മുകളിലുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടേതാണ് വിധി മുഴുവൻ. ഇത്രയും കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഈ രണ്ട് പേരുകളെക്കുറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഏകനാക്കുന്ന, അവൻ്റെ തൗഹീദിൽ വിശ്വസിക്കുന്ന, തൗഹീദിലായി മരിക്കുന്ന, തൗഹീദിനു വേണ്ടി സംസാരിക്കുന്ന, അതിലായി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.